ഒന്ന്, സ്റ്റോപ്പ് അറ്റ് ദ റെഡ് ലൈറ്റ്. എന്താണ്? ചുവന്ന ലൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? നിർത്തണം. എന്താ ഇതിന്റെ അർത്ഥം? നമുക്കൊക്കെ കുതിച്ച് പാഞ്ഞു പോകാൻ ഇഷ്ടം. ദൈവ ജീവിതത്തിൽ ചില റെഡ് ലൈറ്റ് തരും ഈ വർഷം. നിർത്തുക, ആലോചിക്കുക, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, ആലോചന ലഭിക്കുക, അല്പം ടൈം എടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. ഒരു സ്വന്തം പറഞ്ഞ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രണ്ട്, ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് ദ ഗ്രീൻ ലൈറ്റ്. പച്ച ലൈറ്റിന്റെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. ദൈവം നിങ്ങൾക്ക് അവസരം തരും ഈ വർഷം. നമ്മെ ദൈവം മാനിക്കും. നമ്മൾ റെഡ് ലൈറ്റിൽ നിന്ന ഭയങ്കര പ്രശ്നം. നിങ്ങൾ നിന്ന് നോക്കണം, പുറകെ നമ്മൾ ഇടിക്കും അല്ലേ? അപ്പം റെഡ് ലൈറ്റിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഗ്രീൻ ലൈറ്റിൽ ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് ദ ഗ്രീൻ ലൈറ്റ്. മൂന്നാമത്തത്, ഡോണ്ട് ഡ്രൈവ് ഓഫ് റോഡ്. റോഡിലേക്ക് പുറത്തേക്ക് പോകുക. സ്ഥലമൊക്കെയാണ് റോഡിന് പുറത്ത്, പക്ഷെ പോകാനുള്ളതല്ല. പലതും ഇതിനെ ആകർഷിക്കും. റോഡിന് പുറത്ത് പോകാൻ വേണ്ടി പല പ്രലോഭനങ്ങൾ വന്നിരിക്കാം. പലതും നിന്നെ കണിനിപ്പമായി തോന്നുന്നിരിക്കാം. പ്രത്യേകിച്ച് യവനക്കാരോട് പറയട്ടെ, റോഡിൽ പുറത്തു പോകുന്നത്, റോഡിൽ തന്നെ യാത്ര ചെയ്യുക. പലതും നിന്നെ മാടി പിടിക്കും ഈ വർഷം. പല പ്രലോഭനങ്ങൾ വരും, പല ടെംപ്റ്റേഷൻസ് വരും, പക്ഷെ റോഡിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അവസാനമായി പറയാറുള്ളത്, സ്റ്റേ ഇൻ ലെയിൻ. ലെയിനിൽ തന്നെ യാത്ര ചെയ്യുക. തെസ്സലോനിക്കയിൽ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ ലൈനിൽ പോകരുത്. മറ്റുള്ളവരുടെ അടുക്കൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ തലയിടാൻ പോകരുത്. നീ നിന്റെ ലൈനിൽ പോകണം. ഏതൊക്കെയാണ് 4 റോഡ് ലൈൻ? സ്റ്റോപ്പ് അറ്റ് ദ റെഡ് ലൈറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് ദ ഗ്രീൻ ലൈറ്റ്, ഡോണ്ട് ഡ്രൈവ് ഓഫ് റോഡ്, സ്റ്റേ ഇൻ ദ ലൈൻ. ഒരു സ്വന്തം പറഞ്ഞേ, നിങ്ങൾ ചയാളികളായി കണ്ടെത്തുന്നത് 4 കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു 4 കാര്യങ്ങൾ? ഒന്ന്, എന്തായിരുന്നു? Make a new beginning, then be disciplined, keep the burning fire, and be an overcomer. കണ്ടുകടക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ വാത്സല്യ സർവീസ് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ വന്ന സമയം മുതൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് പാടുന്ന കൃപയ്ക്കായി സ്തോത്രം. അർഹത ഉണ്ടായിട്ടല്ല കർത്താവ്. കർത്താവ് ഒന്നുമില്ലായിട്ടും ഞങ്ങളിൽ ഒത്തിരി പാപങ്ങളും തെറ്റുകളും പരാജയങ്ങളും അവിശ്വസ്തകളും ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഈ വർഷത്തെ അവസാനം കാണുവാൻ കൃപ തന്നതിനാണ് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന കർത്താവ് കൃപ തന്നു. ഒരു പുതിയ വർഷം അല്പനിമിഷങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കാൻ കർത്താവ് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നിന്റെ ജനത്തിന്റെ ഉണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു പുതിയ തുടക്കം കൊടുക്കാനായിട്ട്, ഞങ്ങളുടെ ഈ വർഷത്തെ ജീവിതം ഡിസിപ്ലിൻ ആയിരിക്കാനായിട്ട്, കർത്താവ് എപ്പോഴും കത്തുന്ന ഞങ്ങളിൽ ജ്വലിപ്പിച്ച, ഞങ്ങളിൽ ഒരിക്കലായി തന്ന ആ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ ജീവിപ്പാൻ, കർത്താവെ ഞങ്ങൾ എപ്പോഴും ജയാളികളായി ഞങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളുടെ ഈ വർഷത്തെ റോഡ് യാത്രയിൽ, ആത്മീക റോഡ് യാത്രയിൽ ഞങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെ പാലിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ, ജയാളികളായി തീരുവാൻ സഹായിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷ കേൾക്കുന്ന സ്വർഗ്ഗീയ പിതാവേ.